സ്വർണ്ണവില വീണ്ടും വലിയ കുതിപ്പ് രേഖപ്പെടുത്തുന്നു എന്നുള്ളൊരു വാർത്തയിലേക്ക് തന്നെ ഗ്രാമിന് 275 രൂപ കൂടിയിട്ട് 9,290 രൂപയായി വില ഉയർന്നിരിക്കുന്നു. പവന് ഇന്നത്തെ വില 74,320 രൂപയാണ്. ഒറ്റ ദിവസം 2,200 രൂപയാണ് പവന് വർദ്ധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില 74,000 കടക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 275 രൂപയുടെ വർധനവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പവന് 2,200 രൂപയുടെ വർധനവ് ഇന്ന് രേഖപ്പെടുത്തി. 9,290 രൂപ ഗ്രാമിനും 74,320 രൂപ പവനും വിലയായിട്ടുണ്ട്. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ ഉയർന്ന വിലയാണ് ഒരു ദിവസം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $560 വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് കേരള വിപണിയിൽ ഉത്സവ സീസണും അക്ഷയതൃതീയയും ഒക്കെ കടന്നു വരികയാണ്. ഈ സീസണിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അവരുടെ വാങ്ങൽ ശക്തിക്ക് കുറവ് വന്നിട്ടില്ല എന്നുള്ള സൂചനകളും നമുക്ക് വരുന്നുണ്ട്. ഏപ്രിൽ 30-നാണ് അക്ഷയതൃതീയ. ആ അക്ഷയതൃതീയ ബന്ധപ്പെട്ട വലിയ ഒരു ഉത്സവം പോലെ സ്വർണം വാങ്ങാനെത്തുന്നവരുടെ വലിയ തിരക്ക് അനുഭവപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. വിവരങ്ങളുമായി ശ്രീജ ശ്യാം ചേരുന്നു. ശ്രീജ, വീണ്ടും വലിയ കുതിപ്പിലേക്ക് സ്വർണ്ണവില കടക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് വിപണി വിലയിരുത്തുന്നത്? അപർണ, ഇപ്പോൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ കുതിപ്പ് വിപണിക്ക് ആവേശം പകരുന്നു, അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരികൾക്ക് ആവേശം പകരുന്നുണ്ടെങ്കിലും കേരളത്തെ പോലെ സ്വർണ്ണഭ്രമമുള്ള ഒരു സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഏതാണ്ട് ഒരു 75,000 രൂപ പവന് എന്ന നിലയിലേക്കാണ് സ്വർണ്ണവില പോകുന്നത്. ഇന്ന് ഒറ്റയടിക്ക് 2,200 രൂപ വർദ്ധിച്ചിരിക്കുന്നു. 74,000 കടന്ന് 74,320. അത് നമുക്കറിയാം, നാളെ ആകുമ്പോഴേക്കും അത് മറികടക്കാവുന്ന ഒരു ഉയരമാണ്. ഗ്രാമിന് ഒറ്റ ദിവസം കൊണ്ട് 275 രൂപ വർദ്ധിച്ചിരിക്കുകയാണ്. 9,290 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. അതായത് ഇപ്പോൾ പോകുന്ന പോക്ക് കണ്ട് സ്വർണ്ണവില ഏതാണ്ട് ഒരു പവൻ ഒരു ഗ്രാം സ്വർണ്ണവില 10,000-ലേക്ക് കടക്കാൻ ഇനി അധികം താമസം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഈ മാസം 12-നാണ് ആദ്യമായി സ്വർണ്ണവില 70,000 കടന്നത്. അത് 10 ദിവസം കൊണ്ട് ഏതാണ്ട് ഒരു 4,000-ലധികം രൂപ സ്വർണ്ണ വില കൂടിയിരിക്കുന്നു. ഈ 17-ാം തീയതി 840 രൂപ വർദ്ധിച്ചപ്പോൾ തന്നെ ഇങ്ങനൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതായത് വലിയ താമസമില്ലാതെ സ്വർണ്ണവില ഇങ്ങനൊരു പോക്ക് പോയാൽ ഗ്രാമിന് 10,000 എന്നതിലേക്കാണ് പോകാൻ പോകുന്നത് എന്നത് എന്താണ് ഇങ്ങനെയൊരു പ്രവണതയ്ക്ക് കാരണം എന്നുകൂടി പരിശോധിക്കാം. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അസ്ഥിരതകളൊക്കെ തന്നെയാണ് ഇതിലേക്ക് സംഭാവന ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ മേധാവി ജെറോം പവലിനെ കഴിഞ്ഞ ദിവസം ട്രംപ് ആഗോള തോൽവി, നമ്മൾ മലയാളത്തിലൊക്കെ പറയണ പോലെ വൻ തോൽവി എന്നൊക്കെ വിളിച്ചിരുന്നു. മേജർ ലൂസർ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചത്. ഉടനടി ഈ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായത് വലിയ രീതിയിൽ വിപണിയിലൊക്കെ ഒരു അസ്ഥിരതയ്ക്ക് കാരണമായി. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന അത്ര നിശ്ചയമില്ലാത്ത സാഹചര്യത്തിൽ നിക്ഷേപകർ വൻതോതിൽ സ്വർണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വിപണിയിൽ അസ്ഥിരത വരുന്നുണ്ട്. അതൊക്കെ കൂടി ആയപ്പോൾ സ്വർണം വൻതോതിൽ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. രാജ്യാന്തര വില ഔൺസിന് ഒറ്റയടിക്ക് $170-ലധികമാണ് മുന്നേറിയത്. എക്കാലത്തെയും വലിയ ഉയരമായ $3,496.5 $3,500 അടുക്കുകയാണ് രാജ്യാന്തര വിപണിയിലെ വില. ഈ പവലിനെ പുറത്താക്കാൻ ട്രംപിനൊരു ഉദ്ദേശമുണ്ട് എന്ന രീതിയിലൊക്കെ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിരുന്നു ഈ മേജർ ലൂസർ എന്നൊക്കെയുള്ള തരത്തിലുള്ള വിളി എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും US-ൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ്. അവർ ഓഹരി വിപണികളിൽ നിന്നൊക്കെ വൻതോതിൽ പിൻവാങ്ങി ഏറ്റവും സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് ഇങ്ങനെയൊരു പ്രവണതയിലേക്ക് വന്നത്. ഇനി സാധാരണക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, ഇന്നിപ്പോൾ സ്വർണം വാങ്ങാൻ പോയാൽ എങ്ങനെയായിരിക്കും വില? അതാണല്ലോ എപ്പോഴും സാധാരണ ഭീമ ഗ്രൂപ്പിന്റെ ശ്രീ ഡോക്ടർ വി ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുകയാണ്. വീണ്ടും സ്വർണ്ണവില ഉയരുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് ഏത് തരത്തിലാണ് വിപണി കാണുന്നത്? ഇത് ഉപഭോക്താക്കളെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് ആശങ്ക ഉണ്ടാക്കുന്നതാണോ? എങ്ങനെയാണ് കാണുന്നത്? ശ്രീ ഗോവിന്ദൻ, കേൾക്കാമല്ലോ അല്ലേ?
കേൾക്കാം. ഒറ്റ ദിവസം കൊണ്ട് 2200 രൂപ വീണ്ടും കൂടുന്നു. ഇത് അവസാനിക്കാത്ത രീതിയിൽ ഇങ്ങനെ സ്വർണ്ണവില വർദ്ധിക്കുന്നത് അത് മോശമായി ബാധിക്കുന്നുണ്ടോ വിപണിയെ? ഏത് തരത്തിൽ കാണുന്നു നിങ്ങളൊക്കെ? ഹലോ, കേട്ടില്ല, എന്താ പറഞ്ഞു? എങ്ങനെയാണ് ഈ സ്വർണ്ണവില കൂടുന്നത്, ഈ തരത്തിൽ വർദ്ധിക്കുന്നത്? ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഈ 2200 രൂപ കൂടുക, 74,000 ഒക്കെ എത്തുക. വാറിന്റെ ക്വസ്റ്റ്യനും ബാക്കിയുള്ള ട്രംപിന്റെ ആ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് ഇപ്പൊ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് മെയിനായിട്ട് കൂടാനുള്ള കാര്യം. യുദ്ധത്തിന്റെ ഭീതി മാറിയിട്ടില്ല. അവരുടെ ടോക്ക് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സെറ്റിലായാൽ എന്തെങ്കിലും സ്റ്റഡിയാകുകയോ എന്തെങ്കിലും കുറയുകയോ കൂടുകയോ ചെയ്യും, അത്രേ ഉള്ളൂ. അത് ഈ കടകളിൽ എത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ബയേഴ്സിനെ ഒരു പക്ഷെ വലിയ വില വർധന അകറ്റി നിർത്തുകയില്ലേ? എങ്ങനെയാണ് ഗോൾഡ് മെർച്ചന്റ്സ് ഒക്കെ അത് കാണുന്നത്? പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കല്യാണക്കാർക്കെല്ലാം 50 പവൻ മേടിക്കുന്നവർ ഇപ്പൊ 10 പവൻ മേടിച്ചിട്ട് ബാക്കി അഡ്വാൻസ് തന്നിട്ട് ഞങ്ങള് വില സ്റ്റഡിയായതിനു ശേഷം മേടിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതി മേടിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ആദ്യത്തെ മകൾക്ക് ആണ് 30 പവൻ കൊടുത്തെങ്കിൽ രണ്ടാമത്തെ പവനും ഇപ്പൊ അങ്ങനെയല്ല. ആദ്യത്തെ മകൾക്ക് 30 പവന് വരും. അന്ന് 10 ലക്ഷമാണ് മുടക്കിയെങ്കിൽ ഇപ്പോഴും 10 ലക്ഷം. അത് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറയും. എമൗണ്ട് അത് തന്നെ നിൽക്കും, ടേൺ ഓവർ നിൽക്കും, പക്ഷെ ക്വാണ്ടിറ്റി സെയിൽസ് കുറയും. അത് അവർക്ക് മേടിക്കുന്നതിൽ യാതൊരു താല്പര്യക്കുറവുമില്ല. അവർ മേടിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. എന്നുവെച്ചാൽ ഇപ്പം മേടിച്ച സ്വർണം ഒരു കൊല്ലം കഴിഞ്ഞാല് വില കൂടും എന്നുള്ളത് ചെറുക്കി അവർക്ക് അറിയാം. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ പലിശ ഉൾപ്പെടെ പണിക്കുൾപ്പെടെ തിരിച്ചു കിട്ടുമെന്നറിയാം. അതുകൊണ്ട് സ്വർണത്തിൽ മേടിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് കുറവില്ല, കൂടുന്നേ ഉള്ളൂ. ഇനിയിപ്പോ അക്ഷയതൃതീയ വരികയാണ്, അതിനെല്ലാവരും ഇപ്പൊ അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ഇത് ട്രംപ് നയങ്ങൾ കൂടുതൽ വില വർദ്ധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അത് പക്ഷേ അതിൽ ഒരു അവസാനം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചെങ്കിലും താങ്കൾ തന്നെ നേരത്തെയും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉണ്ടായില്ല. ഇത് അതൊരു സെറ്റിൽമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വില സ്റ്റഡിയാകും. കൂടുന്ന രീതി സ്റ്റഡി നിൽക്കും. പിന്നെ കൂടുന്നത് കുറയാനുള്ള ചാൻസും ഉണ്ടാവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ലണ്ടൻ മാർക്കറ്റ്. ഏതായാലും ഇത് ആഭ്യന്തര വിപണിയെ അല്പം മോശമായി ബാധിച്ചിട്ടുണ്ട് പൊതുവെ, അല്ലേ? മേടിക്കുന്നതെല്ലാം കുറച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. കല്യാണക്കാരെല്ലാം 50 പവന് പകരം മേടിക്കുന്നത്, നേരത്തെ പറഞ്ഞതിന് 30 പവൻ മേടിക്കുന്നതിന് 10 പവൻ മേടിച്ചിട്ട് ബാക്കി അഡ്വാൻസ് ചെയ്യുകയാണ്. അവർക്ക് മേടിക്കാനുള്ള താല്പര്യമുണ്ട്, വിലയും ക്യാഷും ഉണ്ട്. അത് മേടിക്കും. വില ശരിയായി കഴിഞ്ഞാൽ ഉടനെ മേടിക്കും എന്നുള്ള യാതൊരു വിധത്തിൽ തർക്കമില്ല, ഉറപ്പാണത്. അപ്പൊ ഇതിനിടയിലാണ് അക്ഷയ തൃതീയ വരുന്നത്. അതും ഈ പറയുന്നത് ചിലപ്പോ അതിന് മുമ്പ് തീർന്നേക്കാം, ആർക്കും അറിയില്ല അതിനെപ്പറ്റി. അതെ, അക്ഷയ തൃതീയക്ക് വേണ്ടിയും ആൾക്കാര് അഡ്വാൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, വളരെ നന്ദി. ഭീമ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദനാണ് പ്രതികരിച്ചത്. ഉപഭോക്താക്കളെ ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. വീണ്ടും ശ്രീജയിലേക്ക്. ശ്രീജ, അതായത് ആഭ്യന്തര വിപണിയെ ഇത് ബാധിക്കുന്നുണ്ട്, പക്ഷേ ഉപഭോക്താക്കൾ മാറുന്നില്ല, അഡ്വാൻസ് ചെയ്തുകൊണ്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഒരു സ്റ്റഡി ആയിട്ട് വരാം, വീണ്ടും വില കുറയാം എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് ഭീമയെ പോലെയുള്ള ഗോൾഡ് മെർച്ചന്റ്സ് ഒക്കെ പ്രതികരിക്കുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അപർണ അദ്ദേഹവും പറയുന്നത്. അതായത് ഈ ട്രംപിൻ്റെ അസ്ഥിരത അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന നിലപാടുകളിലുള്ള അസ്ഥിരത വിപണിയെ മൊത്തത്തിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്, നിക്ഷേപകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഇപ്പോൾ തൽക്കാലം സ്വർണം വാങ്ങിക്കൂട്ടാം എന്ന് കരുതുന്നു. ആ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് ആഭ്യന്തര വിപണിയിലേക്ക് ഈ തരത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ താരിഫ് നയങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു? ഈ അന്താരാഷ്ട്ര വിപണിയിലെ സ്വർണ്ണവില വർധനവിനൊപ്പം തന്നെ ഈ ഡോളറിൻ്റെ മൂല്യത്തിലുള്ള വ്യതിയാനം, ഒപ്പം ഈ താരിഫ് നയങ്ങളിലുള്ള അവ്യക്തത, ഇതൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു സ്റ്റഡി ആകുന്നത് വരെ ഈ സ്വർണ്ണവില ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് എത്തി എന്നൊക്കെ പറയാൻ ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കൃത്യമായൊരു നിലപാട്, ഈ താരിഫ് നയങ്ങളിലൊക്കെ ഒരു കൃത്യമായ നിലപാട് ഉണ്ടാവില്ലെങ്കിൽ. നേരത്തെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇന്ന് 1 പവൻ സ്വർണം വാങ്ങാൻ എത്ര രൂപ വേണം എന്നതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം. സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ 3% GST ഉണ്ട്, 53.1 രൂപ ഹോൾമാർക്ക് ഫീസ്, പണിക്കൂലി, ഇതൊക്കെ നൽകണം. ഇതൊക്കെ ചേർത്ത് ഏതാണ്ട് ഒരു 80,000
അല്ലെങ്കിൽ 80,500 രൂപ കൊടുത്താലാണ് ഇന്ന് ഒരു പവൻ സ്വർണം ലഭിക്കുക. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 80,000-ൽ പരം രൂപ ചെലവാക്കേണ്ട സ്ഥിതിയിലേക്ക്, അത് 5% മുതൽ 30% വരെ പണിക്കൂലിയുള്ള ആഭരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് സ്വർണ്ണവില പോകുന്നത്. ഇത് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത. അത് എപ്പോഴാണോ അമേരിക്കൻ വിപണിയിൽ നിന്ന് കുറച്ചുകൂടി സുസ്ഥിരമായ ഒരു വാർത്തകൾ വരുന്നത്, അതുവരെ ഈ ഫ്ലക്ച്വേഷൻ, ഈ വിലയിലെ ഏറ്റക്കുറച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. ശ്രീജ ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്.